എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാഷൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ബ്രേക്കിംഗ് റാലി ആയിരുന്നു അമേരിക്കൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും എല്ലാം. അതോടൊപ്പം തന്നെ ഗോൾഡും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. 0.5% റേറ്റിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് അതുപോലെ തന്നെ എമർജിംഗ് മാർക്കറ്റുകൾക്ക് ഗോൾഡിനൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡിസിഷനാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് റിയാക്ഷനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചയും അത്തരത്തിലുള്ള റിയാക്ഷൻ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണ്ട എന്നുള്ളൊരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മെറ്റൽ സെക്ടറിന് പോസിറ്റീവാണ്. ചൈനീസ് ഹൗസിംഗ് സെക്ടറിൽ വീണ്ടും വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓവറോൾ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പെനട്രേഷൻ സംബന്ധിച്ചുള്ള ഡാറ്റയൊക്കെ വന്നിട്ടുണ്ട്. 2-3 സിറ്റികളിൽ മാത്രമല്ല ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കളക്ഷൻ വരുന്നത്, മറിച്ച് അക്രോസ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പെനട്രേഷനാണ് കാണുന്നത് എന്നുള്ള റിപ്പോർട്ടാണ്. ഇതും ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ S&P അതുപോലെ തന്നെ IDB റിസർച്ചൊക്കെ പറയുന്നത് 2030 ഇന്ത്യൻ എക്കണോമി ഗ്ലോബലി 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുന്നതാണ്. ഒപ്പം നമ്മുടെ ടോട്ടൽ GDP ഫിഗർ $10 ട്രില്യൺ ആയിരിക്കും 2032 നിന്നാണ് IDB റിസർച്ചും പറയുന്നത്. ഇപ്പോൾ $3.95 ട്രില്യൺ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ EV സെഗ്മെൻറ്റ് ഇന്ത്യയിൽ $1.3 ട്രില്യൺ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇൻ്റർനാഷണൽ ഏജൻസികളുടെ വിലയിരുത്തലാണ്. ഇതും ആ സെക്ടറിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഗ്ലോബലി വരാവുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ഫ്ലോ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ ഒരു പരിധി വരെ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഉണ്ടാവാം. അത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് മറ്റ് ന്യൂസ് ഫ്ലോസിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ സെപ്റ്റംബർ ക്വാർട്ടർ ഇപ്പോൾ ഈ ആഴ്ചയോട് കൂടിയിട്ട് നമ്മൾ സെപ്റ്റംബർ ക്വാർട്ടർ എൻഡ് ചെയ്യുകയാണ്. അടുത്ത ക്വാർട്ടറിൽ ഹ്യൂജ് വെഡ്ഡിങ് ആണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെഡ്ഡിങ്ങുകൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഹോസ്പിറ്റാലിറ്റി, ലക്ഷറി സെഗ്മെൻറ്റ് അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഹോട്ടൽ, ITC അതുപോലെ തന്നെ ജുവല്ലേഴ്സായ കല്യാൺ ജുവല്ലേഴ്സ്, ടൈറ്റൻ, മറ്റു ജുവല്ലേഴ്സിനൊക്കെ ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ഒപ്പം വെൽനസ് സെക്ടറിലുള്ള ഹൊണാസ കൺസ്യൂമർ അതുപോലെ തന്നെ ഖായ ലിമിറ്റഡ്, ഇമാമി സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് ഫ്ലോസാണ്. ഒപ്പം നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ സുപ്രീം പവർ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ റിലേറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയിലും കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് SBI ലൈഫ്, HDFC ലൈഫ് ഈ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സ്കീമാണ് NPS വാത്സല്യ എന്ന് പറയുന്ന മൈനേഴ്സിനുള്ള പെൻഷൻ സ്കീം. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിൽ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും എല്ലാ പാരൻസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, തങ്ങളുടെ മക്കൾക്ക് 18 വയസ്സ് പൂർത്തിയാവാത്ത മക്കൾക്ക് വേണ്ടി സ്കീമിൽ എൻറോൾ ചെയ്യുന്നതാണ്. ഇത് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ വരാൻ പോകുന്നത്. ഹ്യൂജ് കളക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ട് സർവീസസ് കൊടുക്കുന്ന ക്യാംസ്, ഫിൻടെക്, പ്രോട്ടിയാൻ, ഗവർണൻസ് ഈ സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള
ഉള്ള സ്റ്റോക്കുകളാണ്. കാരണം ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സ്കീമുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്യാംസ്, പ്രോട്ടിയാൻ ഇ ഗവർണൻസ്, ഫിൻടെക് പോലുള്ള ഏജൻസികളൊക്കെയാണ്, ഡിജിറ്റൽ ഏജൻസികളാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇവരുടെ സ്റ്റോക്ക് പ്രൈസിലും അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള കീറ്റെക്സ് ഡിസംബറിൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തെലങ്കാനയിൽ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സിംഗിൾ റൂഫ് ഫാക്ടറിയാണ് തെലങ്കാനയിൽ കീറ്റെക്സ് പണിയുന്നത്. ടെസ്ലയുടെ ഫാക്ടറിയാണ് ഇപ്പോൾ ഏറ്റവും ലാർജസ്റ്റും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. 1.16 കിലോമീറ്റർ ആണ്. കീറ്റെക്സിൻ്റെ 3 ഫാക്ടറികളും കൂടി വരാൻ പോകുന്നത് 3.6നും 4 കിലോമീറ്ററിന് ഇടയിലുള്ള ലെങ്ത്താണ്. അപ്പോൾ സിംഗിൾ റൂഫിൽ ഇത്തരത്തിലുള്ളൊരു ഗ്ലോബൽ വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു ഫാക്ടറിയും കൂടിയാണ് കീറ്റെക്സ് തുടങ്ങുന്നത്. 11 ലക്ഷം പീസസ് ആണ് ഇനീഷ്യലി അവർ പ്രൊഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് കീറ്റെക്സിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കും നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിലും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ പ്രീവിയസ് സ്റ്റോപ്പൊക്കെ അടുത്ത വർഷങ്ങളിൽ ഇത് ക്രോസ് ചെയ്യാനുള്ള ചാൻസസും കൂടിയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മലയാളിയുടെ സ്ട്രോങ് കമ്പനിയും കൂടിയാണ് കീറ്റെക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കുക, ഒരു മലയാളി വീണ്ടും വേൾഡ് റെക്കോർഡ് ഇടാൻ പോവുകയാണ്. ഫാക്ടറിയുടെ സൈസിലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നമ്പറിലൊക്കെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ FTSE ഇൻഡെക്സ് റീജിക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, GMR എയർപോർട്ട്സ്, ടാറ്റ ടെക്നോളജീസ്, 5 സ്റ്റാർ ബിസിനസ്, IRB, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, KE ഇൻഡസ്ട്രീസ്, എറീസ് ലൈഫ് സയൻസ്, ഗോഡ്ഫ്രെ ഫിലിപ്സ് ഒക്കെയാണ്. ഈ സ്റ്റോക്കുകളിലും അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഉള്ള സെക്ടറിലെ സ്റ്റോക്കുകൾ നമ്മൾ മാർക്കറ്റ് റിയാക്ഷനിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. ഒപ്പം സോളക്സ് എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു NSE SME സെഗ്മെൻറ്റിലുള്ള സോളാർ സെല്ലും സോളാർ പാനൽസും സോളാർ LED പമ്പ് സെറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. 250 ഇതിൻ്റെ മാർക്കറ്റിലോട്ട് കഴിഞ്ഞ ആഴ്ച എക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് ലോങ് റണ്ണിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് പോളിസികൾ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് സോളക്സ് എനർജി ലിമിറ്റഡ്. NSE SME സെഗ്മെൻറ്റിലാണ്. അപ്പോൾ NSE SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ലോങ് ടൈമിലേക്ക് വാങ്ങാവുന്നൊരു സ്റ്റോക്കും കൂടിയാണ് സോളക്സ് എനർജി ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 2 IPO നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. NSE SME സെഗ്മെൻറ്റിൽ വരുന്ന വോൾ 3D ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു IPO ആണ്. 3D പ്രിൻറ്റിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ സെഗ്മെൻറ്റിൽ നിന്നുള്ള ആദ്യത്തെ IPO ആണ്. 150 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 1000 മാർക്കറ്റിലോട്ട് വരുന്നത്. സെപ്റ്റംബർ 23, 25 ഓപ്പൺ ക്ലോസ് ഡേറ്റുകൾ. തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് വോൾ 3D ഇന്ത്യ ലിമിറ്റഡ്. NSE SME സെഗ്മെൻറ്റിലാണ്. അപ്പോൾ SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണ് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ ലിമിറ്റഡ്. കൂളിംഗ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓൾമോസ്റ്റ് എല്ലാ AC അതുപോലെ തന്നെ കൂളിംഗ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വെൻഡേഴ്സും ഇവരുടെ ക്ലയൻറ്റ്സ് ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു IPO ആണ്. 220 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. സെപ്റ്റംബർ 25 ഓപ്പൺ ചെയ്ത് 27.90 മെയിൻ ബോർഡ് IPO ആണ്. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO കൂടിയാണ് KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ ഇവൻറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ പ്രീവിയസ് പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ട് നിഫ്റ്റി 26,000 ക്രോസ് ചെയ്യുന്നുള്ളത്. തീർച്ചയായിട്ടും ആ ലെവലിൽ തന്നെയാണ്, ആ പ്രഡിക്ഷൻ അനുസരിച്ച് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു മാർച്ച് 2025 കൂടി നിഫ്റ്റി 26
26,500 27,000 എത്തുന്നുള്ളത് നമ്മളിപ്പോഴത്തെ മാർക്കറ്റ് മൊമെൻറ്റം വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദീപാവലിയോട് കൂടി ഒരു പക്ഷേ 26,500 എത്തിയേക്കാമെന്നാണ്. അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ് മാർക്കറ്റിനെ കുറിച്ചുള്ളത്. പക്ഷേ നമുക്ക് വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഒക്ടോബർ 2nd വീക്കിൽ 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. ഒപ്പം RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനും വരുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷനിൽ ഒരു പക്ഷേ ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാം. എലക്ഷൻ റിസൾട്ട്സ് ഒരു പക്ഷേ ചെറിയ നെഗറ്റീവ് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഈ 2 ഡിസിഷനും ഒരുപക്ഷെ കോമൺ ഇഫക്റ്റ് വരുമ്പോൾ അത് നെല്ലിഫ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഒക്ടോബർ 2nd വീക്കോടുകൂടി Q2 റിസൾട്ടുകളും വന്നു തുടങ്ങും. വളരെ പോസിറ്റീവ് എക്സ്പെക്റ്റേഷനാണ് റിസൾട്ട് ഫ്രണ്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. അതിനനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റൊക്കെ നമുക്കും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ അടുത്ത ശനിയാഴ്ച സെപ്റ്റംബർ 28 തൃശ്ശൂർ ഹയാത്ത് റീജൻസിയിൽ വെച്ച് ഒരു ടെക്നിക്കൽ അനാലിസിസ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ഫുൾ ഡേ വർക്ക്ഷോപ്പാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പും കൂടെ കൊണ്ടുവരണം. കാരണം പ്രാക്ടിക്കൽ സെഷനാണ്. ടെക്നിക്കൽ അനാലിസിസ് ടൂളുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽസും എങ്ങനെയാണ് ക്ലബ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കേണ്ടത്, ഇത്തരത്തിലുള്ള സജഷൻസും നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ടായിരിക്കും. NISത്തിൻ്റെ ഫാക്കൽറ്റിയായ ഡോക്ടർ മെരാജ് ഇനാംദാറാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ നോളജ് അക്വയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പിൽ പങ്കെടുക്കണം. ഇതിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.